മഹേന്ദ്രൻ കമ്മീഷന്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്ന് ഒരു സൂചന തരാൻ ഈ ശ്രീലതാ വർമ്മയ്ക്കും കഴിയാതെ പോയ സ്ഥിതിക്ക്. ആ പ്രസാദ്, ഞാൻ ഇന്നലെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. There is one Mr. ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ ASP. മുമ്പ് ഞാൻ റൂറൽ ഉണ്ടായിരുന്നപ്പോ he was with me. അയാളിപ്പോ? സാർ ഉദ്ദേശിക്കുന്നത് ഇക്കയാണോ? നേരത്തെ ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്ന? യെസ്. മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴവങ്ങാടി ബാർ ബോംബ് കേസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്റെ അറിവില് ഇത്രയും ഗട്ടർ ഇൻസ്റ്റിങ്സ് ഉള്ള വേറൊരു ഓഫീസർ ഇല്ല. പ്രിസൈസ്ലി. ഓഫീസിൽ നിന്ന് അയാളുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഒന്ന് പൊക്കണം. ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇക്ബാൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്പീഡ് ഉണ്ടാകും, ഒരു ഉറപ്പ്. അയാൾ കൂടി ആവുമ്പോ വി വിൽ മേക്ക് എ ഗുഡ് ടീം. പക്ഷേ ആളിപ്പോ സസ്പെൻഷനിലാണ്. ദാറ്റ്സ് ഹിം. അത് പതിവല്ലേ. ഇത്തവണ എന്താ കേസ്? കേസ് പറഞ്ഞ രസമാണ് സാർ. പത്രത്തിൽ വായിച്ചു കാണും. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ചുമാടി ത്രൂ അമരവള ചെക്ക് പോസ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക്. ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചപ്പോ എല്ലാം വലിയ പുള്ളികളാ. ഒന്നൊരു MLA അനിയൻ, മറ്റൊന്ന് മന്ത്രിയുടെ സ്വന്തം അളിയൻ. ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പുതിയ തീവ്രവാദികളിലെ വർഗീയം അതാണ് വിത്ത്. സ്വജാതിയല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞ മന്ത്രിയുടെ വയർലെസ് മെസ്സേജ്, MLA ഭീഷണി അങ്ങ് ചെത്തിക്കളയി വന്ന്. പോയി പണി നോക്കണ പുല്ലെന്ന് ഞാനും പറഞ്ഞു. ഓ, അപ്പൊ സസ്പെൻഷൻ, കാരണം കാണിക്കൽ നോട്ടീസ്. കാരണം കാണിക്കല്ല, കരണക്കുറ്റി നോക്കി കഴിവറമാക്കിട്ട് അടി കൊടുക്കാ വേണ്ടത്. ഒടുവില് പത്രത്തിൽ വാർത്ത വന്ന് നാറുവന്നായപ്പോ ഒത്തുതീർപ്പിന് വന്നു. കോംപ്രമൈസ്, എറണാകുളത്തേക്ക് മാറ്റം തരാമെന്ന്. ഇവിടെയാകുമ്പോ അമ്മയില്ലാത്തതിന്റെ കുറവറിയിക്കാതെ ഇതുങ്ങളെ നോക്കുന്ന ടീച്ചർമാരുണ്ട് സ്കൂളില്. അവരെ പിരിയണമെന്ന് കേട്ടപ്പോ ഇതുങ്ങളുടെ കണ്ണു നിറഞ്ഞു. വേണ്ട, സസ്പെൻഷൻ തന്നെ മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. മോളുടെ പേരെന്താ? റസിയ. എന്റെ പേര് ചോദിച്ചില്ലല്ലോ. മോളുടെ പേര് അങ്കിള് ചോദിക്കാം. എന്താ പേര്? ഉമ്മക്കുൽസു. ഉമ്മക്കുൽസു. എന്റെ ഉമ്മയുടെ പേരാ ഇവക്ക്. പേരുമ്മയുടെ ആണെങ്കിലും കൂറുക്കേടയാ. കണ്ടില്ലേ ഇടിച്ചു കയറിയത്. സോ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സ് IG സമ്മതം വാങ്ങിച്ചു. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം. ചെയ്യണം. യെസ്, കം ഇൻ. ആഹാ, കമ്മീഷണർ സാഹിബിന് നേരം എടുത്തതേ ഉള്ളൂ. കിടന്നപ്പോ ലേറ്റ് ആയി. എന്താ കൊച്ചു വക്കീൽ രാവിലെ അല്ല, പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്നറിയാനാ. താനിത് വായിച്ചോ? എന്താ, എന്തു പറ്റി? നക്ഷത്ര ഹോട്ടലിൽ കോൺസ്റ്റബിളിന്റെ പേക്കൂത്ത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് മതോന്മത്തനായി പേക്കൂത്ത് നടത്തിയ പോലീസുകാരനെ ഒടുവിൽ ബാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു. സംഭവത്തെ തുടർന്ന് ജീവനക്കാരുടെ സ്വത്തിനും ജീവനും കനത്ത പോലീസ് ഭീഷണിയുണ്ടെന്ന് ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് കോൺഫെഡറേഷൻ നേതാവ് വട്ടപ്പാറ പീതാംബരൻ ഒരു പ്രസ്താവനയിൽ മതി നിർത്ത്. ലാംഗ്വേജ് കേട്ടാൽ അറിയാം ഇതേതോ മഞ്ഞപത്രമാണ്. പത്രം ഏതും ആയിക്കോട്ടെ, സത്യം എന്താണെന്ന് അന്വേഷിച്ചോ താൻ? എന്തന്വേഷിക്കാൻ? പാവം പോലീസുകാരനെ ആരെങ്കിലും മുന്തിയ ഹോട്ടലിൽ കയറ്റി സൽക്കരിച്ചു കാണും, അത്ര തന്നെ. ഇടി നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടുത്തെ വലിയ വലിയ ഏമാമാരിൽ പലരും നേരം വെളുക്കുമ്പോ തൊട്ട് ഷാപ്പില, ഐ മീൻ ബാർ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ക്ലബ്. അവരവിടെ കുടിക്കും പെടുക്കും, ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് തലേ കെട്ടും, എന്നിട്ട് കുന്തം മറിയും. ഒരുത്തനും എഴുതുകയല്ലാന്നും. ഇതാണ് മിഡിൽ ക്ലാസ്സുകാരന്റെ സ്യൂഡോ സോഷ്യലിസം, അല്ലെങ്കിൽ കോംപ്ലക്സ്. കോംപ്ലക്സിന്റെ മറ്റം ഓടി. താൻ എന്ത് പറഞ്ഞാലും പോലീസുകാരുടെ സൈഡാ. ഓഫീസർമാരെ അടച്ചു പുച്ഛം. ദാ കേട്ടോളൂ, അടുത്ത റിപ്പോർട്ട്. ഇത് മഞ്ഞപത്രമൊന്നുമല്ല, മാതൃരാജ്യത്തില്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്റ്റാർ ഹോട്ടൽ ബാറിൽ മദ്യപിച്ച് ശല്യമുണ്ടാക്കിയ പോലീസ് കോൺസ്റ്റബിൾ ഗോപിനാഥിനെ ഇന്നലെ രാത്രി തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂവന്തുറ കമ്മീഷൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി സസ്പെൻഷനിലാണ് ഇയാൾ. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. Does that ring any bell? Thanks. For what? For a pot of tea. പോയി ചായ എടുത്തോണ്ട് വാടി. അയ്യടാ, മനുഷ്യൻ.
കുടിച്ചിട്ട് ഏതാണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞാ സാറേ അവന്മാരെന്നെ തല്ലിയത്. അടി കൊള്ളുന്നതിന്റെ ഇടയിൽ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരനാന്ന്. എന്നിട്ടും അവന്മാരെന്നെ തല്ലി ചതച്ച്. തന്റെ കയ്യിൽ എവിടുന്നാണോ ഈ പണം ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കുടിക്കാൻ? അതെന്നെ ഓരോരുത്തരും സൽക്കരിക്കുന്നതാ സാറേ. കഴുതേ നിനക്ക് എന്നും ഇങ്ങനെ ഓസന് തരാൻ? പോലീസിലുള്ളപ്പോ ഓരോരുത്തർക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ അയ്യോ. ഗോപി, സത്യം പറഞ്ഞു, എവിടുന്നാ, ആരാ തനിക്ക് ഇത്രയും പണം തരുന്നത്? സത്യം പറഞ്ഞാ സാറന്മാര് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്നെ എങ്ങനെയിട്ടുണ്ട് ഭേദം ചെയ്യാൻ ഞാൻ എന്തോ പാവം ചെയ്തു? കട്ടോ മോട്ടിച്ചോ? അത് ഞാൻ വല്ലവരെ കൊന്നോ? നിർത്തറ മൂങ്ങുന്ന പന്ന. ഇനി തെമ്മാടിത്തരം കൂടെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ ഉള്ളതാ സാറേ, കൈ കാശില്ലെന്ന് അങ്ങേര് പറയുന്നത് സത്യമാ. ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ മരുന്ന് വാങ്ങാൻ പോയ തക്കത്തിന് ഇവിടെ ആരാണ്ട് അറ്റൻഡർമാര് വാങ്ങിച്ചു കൊടുത്തതാ സാറേ. എന്തിനാണ് നീ കൂടെ പോലീസുകാരെ തന്നെ? അയാൾ കുടിച്ചേച്ച് സത്യമാ സാർ, അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടായി നീ ഒക്കെ കൂടെ തല്ലിക്കളയല്ലേ? സർ, ഇത് വലിയ കഷ്ടമാണ് സർ. അപ്പൊ തല്ലിയ നീയാണോ? എക്സ്ക്യൂസ് മീ സാർ. മേ ഐ കം ഇൻ? യെസ്. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? സാർ അത് ഞാൻ നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാം വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. ആ മതി മതി, എന്താ ഇവിടെ? ഞാനിവരെ കസ്റ്റഡിയിലെടുക്കാൻ, സോറി ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഓ, ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ, ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ട് കാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ്. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സർ. ഓ, ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. ആഹാ. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദക്ക് സംസാരിക്കടാ. ഓ ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്, അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്തെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. വയ്ക്കോ. ഓ പറ. അരുമ്പാറ. അരിമ്പാറയല്ല, വട്ടപ്പാറ പീതാംബരൻ. എന്താണേലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽ പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, മിനിസ്റ്ററുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു കാണും ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, ഇഫ് യു വാണ്ട് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ. വരട്ടെ.